വന്നിട്ട് ആദ്യം അത്ര ഇതൊന്നും തോന്നിയില്ല. എന്ത് തോന്നിയില്ല? എന്ത് തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. പാട്ട് താങ്കൾ എന്തുകൊണ്ടല്ലേ കാണുന്നത്? കാണുന്നത് പിന്നെ ഇവിടെ വന്നപ്പോ ആദ്യം ഞാൻ കണ്ടത് സച്ചിനെ വോളിബോൾ ക്യാപ്റ്റൻ. അത് ആദ്യം കണ്ടേ ഈ ഇരിക്കുന്ന നമ്മുടെ വന്നപ്പോ ഇങ്ങനെ ഞാൻ ഓർത്ത് ഭയങ്കര കടയായിരുന്നു. 92 100 കിലോ കണ്ടിട്ടായിരുന്നു. ഭയങ്കര കടയായിരുന്നു. ഇംഗ്ലീഷേ പറയത്തുള്ളൂ, ഒന്നും പറയത്തൊന്നുമില്ല. വളരെ ജോലി കണ്ടു. പിന്നെ കണ്ടിങ്ങനെ വന്നൊക്കെ കരച്ചിലായിരുന്നു. വെള്ളം ഒരു കുട്ടി വെള്ളം കാണും കയ്യിൽ അവിടെ. പിന്നെ ഇനി എന്നാ ഇവരെ പറ്റി, റോഷനെ പറ്റി. റോഷൻ അതന്നെ അങ്ങനെ പുള്ളി ആളാണ്, പക്ഷെ അത്ര കാണിക്കുന്നൊന്നുമില്ല എന്നാണ് പുള്ളിയുടെ വിചാരം. പുള്ളിക്ക് എഡിറ്റിംഗ് ബോർഡെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പുള്ളിക്കാരൻ ലേ പിന്നെ സ്റ്റൈല് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ ബാസ്കറ്റ് ബോൾ, അതിന്റെ പിന്നെ കുറെ സൈക്കിളിലാണ് പുള്ളി. ഹോസ്റ്റലിലെ ഏറ്റവും ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് പുള്ളിക്കാരൻ്റെ കാലിഗ്രാഫി. അത് കാരണം പിള്ളേർ കുറെ നേട്ടം ഉണ്ടായിട്ടുണ്ട്. ആ കാലിഗ്രാഫി കാരണം എഡിറ്റോറിയൽ ബോർഡ് കയറി പറ്റിയത് നീ പുള്ളിക്കാരനെ പറയാനുള്ള ഇച്ചിരി ചൊറിയുന്ന തോന്നുന്നുണ്ട്. ഇച്ചിരി കൂടുതലുണ്ട്, ഇച്ചിരി മാത്രമേ ഉള്ളൂ. അത് മാറ്റിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി ജോസ് പോളിനെ പറ്റി. ജോസ് പോൾ ഇംഗ്ലീഷ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഞാൻ കണ്ടു. ഞാൻ കേട്ടേക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് ജോസ് പോളിന്റെ. കാണാൻ സുന്ദരനാണ്. ഹോസ്റ്റലിലെ ഏറ്റവും എനിക്ക് കാണാൻ ചാടുള്ള അടിപൊളിയാണ്. പറയാനില്ല അത്രയ്ക്ക്. ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഒരു ആണിയാണ് അടിക്കാൻ പറ്റില്ല. അത് മാത്രമാണ് പിന്നെ ഡോക്ടറാണെന്നാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. പിന്നെ പാട്ടെല്ലാം കുഴപ്പമില്ലാണ്ട് പാടും. ചെന്നൈ you already know you we go you come trouble in the flow for that bash 30 special biggest and 16 out of what we gonna see you with the many eaters not easy copy remix അതാണ് ഈ കോട്ടയം. ഞങ്ങൾ രണ്ടുപേരും കോട്ടയത്തിൽ നിന്നാണ്. ഞാൻ സിവിൻ ഏരിയ, കോട്ടയം. ഞങ്ങൾ മൂന്നും കോട്ടയമാണ്. മണർകാടാണ്. ഏരിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് മറ്റോ പുള്ളി കാശ് ചെലവാക്കത്തില്ല. പുള്ളിക്കാരൻ്റെ ഫൈനാൻസ് ബിസിനസ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല. ഒട്ടും ആരോഗ്യമില്ല. ആഴ്ച അപ്പം തന്നെ അതുകൊണ്ടല്ലേ ഞാൻ അടി മേടിക്കാത്ത. അതെ പോട്ടെ പറയുന്നത്. പോട്ടെ അതുപോലെ പിന്നെ പുള്ളിക്കാരൻ ജാടയാണ്, അത്ര കാണിക്കില്ല. പുള്ളിക്കാരൻ ജാടയാണ്. കൂട്ടാം. പിന്നെ പഠിത്തത്തിൽ എപ്പോൾ നോക്കിയാലും പഠിത്തം മാത്രമേ കോമ്പറ്റീഷൻ മാത്രമേ. ഈ പുള്ളി ഇറങ്ങും, ഈ പുള്ളി പഠിക്കും, ആ പുള്ളി ഇറങ്ങും, ഈ പുള്ളി പഠിക്കും. രണ്ടുപേരും അങ്ങോട്ടേക്കും അത്രേ ഉള്ളൂ ഇതിനകത്ത് പുള്ളി പറയാനുള്ളത്. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഒത്തിരി അത്രേ ഉള്ളൂ. വേറെ പിന്നെ ഞാൻ കണ്ടതിൽ ഏറ്റവും ജോളിയാണ് പുള്ളിക്കാരനാണ്. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. അത് ആവശ്യത്തില്ല പുള്ളി ചൂടാക്കും. ഓക്കെ. പിന്നെ പുള്ളിക്കാരൻ്റെ കാര്യം പുള്ളിക്കാരൻ വായ തുറന്ന് പറയും എല്ലാവരും. പുള്ളിക്കാരൻ ഒരു എന്നായിരുന്നു പാട്ട് ശരിക്കും നല്ല സ്റ്റൈലായിട്ട് പാട്ട്
Quando senti la notte, la sera notti, senti la mangiù, adesso senti la mangiù, تملي معاك لو كان تعبت الأرض هي اللي بتوقع تملي معاك تملي لك تعب تملي ولا تنسى يا പാട്ട് കേട്ടപ്പോൾ മനസ്സിലാക്കണം പാട്ട് നന്നായിട്ട് പാട്ടാണ്. പിന്നെ പുള്ളി രാത്രി തീറ്റ പുള്ളിക്കാരൻ വൈകിട്ട് കൊക്കപ്പുരി ഉണ്ടോ കൊക്കപ്പുരി പുള്ളിക്കാരനെ വൈകിട്ട് എത്ര തിന്നാലും തീരത്തില്ല. ബേക്കറിയിൽ നിന്ന് പുള്ളി വാങ്ങിക്കുന്ന രാത്രി 12 മണി എല്ലാം പുള്ളിക്കാരൻ എന്തായാലും ഓർമ്മ അതാണ് പുള്ളിക്കാരൻ രാത്രി 12 വരെ കണ്ടു അത് പിന്നെ ജോബിനില്ല അതാണ് ചെൽസിലോട്ട് പോകും. ചെൽസി ചെറിയാന്ന് വിളിക്കും. ആയിക്കോട്ടെ മുന്നാണ് പുള്ളിക്കാരൻ സ്വയം വിശേഷിപ്പിക്കും. ഇന്നാണ് പുള്ളിക്കാരൻ വിചാരം. ഞങ്ങൾ ഹോസ്റ്റലിലെ ഞങ്ങൾ ചെറിയ സ്മോൾ പോയിട്ട് കരുതുന്നതാണ്. പുള്ളി കമ്പ്യൂട്ടർ എഞ്ചിനീയറാണെന്നാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. പുള്ളി ഭയങ്കര സ്റ്റോർക്കാണ് എപ്പോഴും. സ്റ്റോർക്ക് എല്ലാവരും പറയായിരിക്കും. ആർക്കും അറിയത്തില്ല. പറഞ്ഞു നീ അതന്നെ എന്താ സംഭവം ഫുൾ പുള്ളി ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവമാണ്. എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഇമോജിക്കലാണ് ആള്. അടുത്തറിയുമ്പോഴേ അറിയത്തുള്ളൂ ചെൽസിയുടെ അകത്തുള്ള ഇതല്ല നോക്കി ഇന്നും കാണിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ ചെൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി പിന്നെ പുള്ളിക്കാരൻ മോൺപോട്ടി പഠിച്ചാണ്. വലിയ സ്കൂളാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നല്ല കുഴപ്പമില്ല. പുള്ളി ആ സ്കൂൾ പഠിച്ചാണ് ബാസ്കറ്റ്ബോൾ സ്റ്റേഷൻ പഠിക്കുന്നത്. എന്റെ ഗുരുവാണ്. ഫുട്ബോളിനെ ബാസ്കറ്റ്ബോളും ക്രിക്കറ്റെല്ലാം പഠിച്ചിട്ടുണ്ട്. ഫുട്ബോളും ശരിക്കും കളിക്കും, എല്ലാ കളിയും കളിക്കും. വോളിബോൾ സ്റ്റൈലൊക്കെ ചേർക്കുകയും നല്ല നല്ല ആക്ടർ. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഷാബു IIT ഷാബു എന്ന് എല്ലാവരും പറയും. പുള്ളിക്ക് എങ്ങനെ ദേഷ്യം വന്നാൽ പുള്ളി ചപ്പത്തി അടിക്കും. പിന്നെ പുള്ളിക്കാരൻ ഒരു അളിഞ്ഞ് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ. പുള്ളി അവർക്ക് നെയ്ച്ചിരി അടിച്ചാൽ ഗേൾസ് വീണ് പോകുന്നു. പക്ഷെ വീഴത്തില്ല. പുള്ളിക്കാരൻ്റെ ആകം പുസ്തകമാണ്. പുള്ളിക്കാരൻ കാരണം ഞാൻ എത്ര എക്സാം ജയിച്ചിട്ടുണ്ട് ദൈവത്തിന് അറിയാം. പുള്ളി എല്ലാ സംഭവം പറഞ്ഞിരിക്കും. നല്ല മൃഗമല്ല, ഒരു മനുഷ്യനാണ്. പിന്നെ പുള്ളി എല്ലാവർക്കും എല്ലാം ചെയ്യും. പിന്നെ ഷാബിനെ പറ്റി പറയുകയാണെങ്കിൽ കാണാൻ സുന്ദരനാണ്. പിന്നെ പുള്ളിക്കാരൻ IIT ഉറപ്പായിട്ടുണ്ട്. പുള്ളിക്കാരൻ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പഠിത്തത്തിൽ ഹോസ്റ്റലിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സ്ഥലമുള്ള ഈ പുള്ളിക്ക് ഞാൻ കണ്ടേക്കുന്നത്. ഇന്ന് ഷാബു വല്ലിട്ടില്ല. പിന്നെ പറയുവാണെങ്കിൽ ഷാബിനെ കുറിച്ച് പറയുവാണെങ്കിൽ എപ്പോഴും ഇച്ചിരിയുണ്ട്. ഞാനൊക്കെ ഹലോ. പിന്നെ ഇവിടെ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഷാബിയുടെ വീക്ക്നെസ് ആണ്. ഗേൾസ് എന്ത് പറഞ്ഞാലും ഷാബോട് പ്രത്യേകിച്ച് ചെൽസി ഇങ്ങനത്തെ ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ പറയാം. ഫെമീൻ വെച്ചാൽ ഷാബുവിന്റെ ജീവനാണ്. ഉന്നാളെ ഉന്നാളെ മാച്ച് പഠിച്ചിട്ട് IIT ഒന്നും ഇല്ല. പിന്നെ നത്താശയെ കുറിച്ച് പറയണം. ചെൽസി ചുമ്മാ പറയാം ഇതെല്ലാം ഷാബുയുടെ സിസ്റ്റേഴ്സാണ്. ഷാബുയുടെ സിസ്റ്റേഴ്സാണ് ഇവരെല്ലാം. ഏതായാലും ഷാബിനെ കുറച്ചൊരു ഫ്രണ്ടിനെ കിട്ടിയതിന് ഇനി ജോയൽ. ഞാനും ജോയലും ഭയങ്കര ടെക്നിക്കൽ ബോണ്ടിങ്ങാണ്. ഭയങ്കര ഞാൻ ജോയലും ഫസ്റ്റ് നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജോയൽ അടിച്ചിരിക്കുക. ഞങ്ങൾ പണ്ട് തൊട്ട് ഭയങ്കര ഫ്രണ്ട്സാണ്. പുള്ളി ദേഷ്യപ്പെടുന്നില്ല, പക്ഷെ എന്നെ ദേഷ്യപ്പെടാറില്ല. കാര്യത്തിൽ മാത്രമേ ദേഷ്യപ്പെടുന്നത്. പിന്നെ എപ്പോൾ പുള്ളിക്കാരനാണ് എൻ്റെ കാര്യം. ഞാൻ കാറ്റിനെ പുള്ളിക്കാരനായിട്ട് കൊടുക്കുന്നത്. പുള്ളിക്കാരനെ പിന്നെ പുള്ളിക്കാരൻ എല്ലാം വെട്ടിപ്പാർത്തിക്കൊണ്ടില്ല. പുള്ളി അങ്ങനെ ചെയ്തില്ല. പുള്ളി മിസ്മാനി ഹോസ്റ്റലിലുള്ള പുള്ളി മാത്രമേ ഉള്ളൂ. മാനി പുള്ളി ആവശ്യം ഗേൾസിനെ വായി നോക്കത്തില്ല. അയ്യോ 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 പറയാനാണ്.
നിന്നെ പറയാൻ നിന്നെ വെറുതെ ഇവനെ കഴിച്ചോളാം ഇതിന്റെ പുള്ളി ഗേൾസ് മഴയാണ് പെട്ടെന്ന് പറയാം എന്റെ പേര് ആ പിന്നെ ജോലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ സഹായിച്ചിട്ടുണ്ട് കുറെ എന്തൊക്കെയാ പറയാൻ പറ്റില്ല കുറെ സഹായിച്ചിട്ടുണ്ട്